UDF ഒരു തകർന്ന കപ്പലായി സ്വയം ബോധ്യപ്പെട്ടിരിക്കുന്നു. ലാവ്ലിൻ കേസ് യഥാർത്ഥത്തിൽ കേരളത്തിലെ ചിന്തിക്കുന്ന സാമാന്യബോധമുള്ള ആർക്കും മനസ്സിലാവുന്നത് പോലെ നനഞ്ഞു പോയൊരു പടക്കമാണ്. നമ്മുടെ നാട്ടിൽ, ഏത് നാട്ടിലാണെങ്കിലും വിശ്വാസികൾ അവർക്കിഷ്ടമുള്ള സമയത്തൊക്കെ കഴിയുന്നത്ര സമയങ്ങളിൽ ഈശ്വര, ഭഗവാനെ, ഈശോയെ, അള്ളാഹുവെ, പടച്ച റബ്ബേ എന്നൊക്കെ വിളിക്കും. അത് വിശ്വാസികൾക്ക് അവരുടെ മനസ്സിൽ നിന്ന് വരുന്ന ഒരു ആശ്വാസമാണ്. അവർ അഭയം തേടുന്ന ദൈവത്തെ വിളിക്കുക എന്ന് പറയുന്നത്. നമ്മുടെ നാട്ടിൽ അങ്ങനെ ചില ആളുകളുണ്ട്. 24 hours പിണറായി വിജയൻ, CPM, LDF സർക്കാർ, ഇടതുമുന്നണി എന്നൊക്കെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നവർ, മലയാള ഭാഷയിൽ അതിൽ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നവർ എന്നതിനപ്പുറം പുലമ്പിക്കൊണ്ടേയിരിക്കുന്നവർ എന്നുകൂടി വേണമെങ്കിൽ പറയാം. പക്ഷെ വിശ്വാസികൾ ദൈവമേ എന്ന് വിളിക്കുന്നത് പോലെ അല്ല ഇവർ പിണറായി വിജയ എന്നൊക്കെയാണ് ഇത് പറയുന്നത്. അവർ പറയുന്നത് കലി തീർക്കാൻ വേണ്ടിയാണ്. കലി തീർക്കാനുള്ള ആശ്വാസവും ഒരാശ്വാസമാണല്ലോ അവരുടെ ആംഗിൾ നോക്കുമ്പോൾ. അങ്ങനെയുള്ള ചില ആളുകൾക്ക് വീട് കിട്ടിയൊരു വടിയാണ് 2 ദിവസം മുമ്പ് പ്രമുഖ പത്രം മലയാള മനോരമ റിപ്പോർട്ട് ചെയ്തത്. എന്താണത്? പിണറായി വിജയന്റെ മകൻ വിവേകിന് 2023 എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ED ക്ലിഫ് ഹൗസിലേക്ക് മുഖ്യമന്ത്രിയുടെ അഡ്രസ്സിൽ ഒരു നോട്ടീസ് അയച്ചു. സമൻസാണ്. അത് കൈപ്പറ്റിയില്ല, മടക്കി, അതല്ല സ്വീകരിച്ചു എന്നും പറയുന്നുണ്ട്. എന്തായാലും അതിൻ്റെ അടിസ്ഥാനത്തിൽ ED ആവശ്യപ്പെട്ട രേഖകൾ വിവേക് ഹാജരാക്കുകയോ സ്വന്തം നിലയിൽ ഹാജരാകുകയോ ചെയ്തില്ല. പക്ഷേ EDയുടെ ആ നോട്ടീസിന് തുടർച്ചയും ഉണ്ടായില്ല. അതോടെ അവസാനിച്ചു. ബാക്കി ഭാഗങ്ങൾ തരം പോലെ വ്യാഖ്യാനിക്കേണ്ടവർക്ക് വ്യാഖ്യാനിക്കാം, വിശദീകരിക്കേണ്ടവർക്ക് വിശദീകരിക്കാം, പ്രചരിപ്പിക്കേണ്ടവർക്ക് പ്രചരിപ്പിക്കാം. അതായത് EDയെ നിയന്ത്രിക്കുന്ന രാഷ്ട്രീയ നേതൃത്വം കേന്ദ്ര സർക്കാരിൻ്റെയാണ്. കേന്ദ്ര സർക്കാരിനെ നിയന്ത്രിക്കുന്ന രാഷ്ട്രീയ നേതൃത്വം BJP ആണ്, സംഘപരിവാറാണ്. കേരളത്തിലെ ഇടതുമുന്നണി നിയന്ത്രിക്കുന്ന CPMന്റെ PB അംഗമായ മുഖ്യമന്ത്രിയുടെ മകന് വന്ന നോട്ടീസ് മുക്കിയത്, അതിന് തുടർ നടപടികൾ ഉണ്ടാകാതിരുന്നത് പിണറായിയും BJP അല്ലെങ്കിൽ പിണറായിയും സംഘപരിവാറും തമ്മിലുള്ള അഡ്ജസ്റ്റ്മെന്റാണ്, CPMഉം സംഘപരിവാറും തമ്മിലുള്ള അഡ്ജസ്റ്റ്മെന്റാണ്. ഇങ്ങനെ എവിടം വരെ വേണമെങ്കിലും പറയാൻ, വ്യാഖ്യാനിക്കാം. കോൺഗ്രസ് നേതാക്കൾ വ്യാഖ്യാനത്തിൻ്റെ പുതിയ അർത്ഥങ്ങൾ തേടി അലഞ്ഞു. EDക്ക് നോട്ടീസ്, EDക്ക് കത്തയക്കുന്നു. ആ ബഹളം സമൂഹ മാധ്യമങ്ങളിലെ CPM വിരുദ്ധർ ഉറഞ്ഞു തുള്ളാൻ തുടങ്ങി, അഴിഞ്ഞാളാൻ തുടങ്ങി. അപ്പോഴാണ് ഇന്ന് അതിൻ്റെ വസ്തുത വരുന്നത്. ED ക്ലിഫ് ഹൗസിലെ അഡ്രസ്സിൽ മുഖ്യമന്ത്രിയുടെ മകന് അയച്ച നോട്ടീസ് 2023 അയച്ചു എന്ന് പറയപ്പെടുന്ന ഈ നോട്ടീസ് അത് ലാവ്ലിൻ കേസിലാണ്. അത് ആ നോട്ടീസിന് വാർത്തയിൽ പറഞ്ഞതുപോലെ, അല്ലെങ്കിൽ കോൺഗ്രസ്സുകാർ പിണറായി വിരുദ്ധർ ആഘോഷിക്കുമ്പോൾ അവർ ആവർത്തിക്കുന്നത് പോലെ ലൈഫ് മിഷൻ കേസുമായി യാതൊരു ബന്ധവുമില്ല. പിണറായിയിലേക്ക് എത്തുന്നതിന് മുന്നോടിയായി പിണറായിയുടെ മകനെ നോട്ടീസ് അയച്ചു എന്നാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ചാനൽ ചർച്ചകളിൽ പല പ്രഖ്യാപിത പിണറായി വിരുദ്ധരും CPM വിരുദ്ധരും പറഞ്ഞത്. എന്നാൽ അതുമായി ഈ നോട്ടീസിന് യാതൊരു ബന്ധവുമില്ല എന്നെഴുതി. പിന്നെന്താണ് ലാവ്ലിൻ കേസ് നോട്ടീസ് എന്ന് പറയുമ്പോൾ അത് മഹാകാര്യമാണല്ലോ എന്നാരും വിചാരിക്കേണ്ടതില്ല. ലാവ്ലിൻ കേസ് യഥാർത്ഥത്തിൽ കേരളത്തിലെ ചിന്തിക്കുന്ന സാമാന്യബോധമുള്ള ആർക്കും മനസ്സിലാവുന്നത് പോലെ നനഞ്ഞു പോയൊരു പടക്കമാണ്. പിണറായി വിജയൻ മുഖ്യമന്ത്രിയാവുന്നത് ഒരു പതിറ്റാണ്ട് വൈകിപ്പിക്കാൻ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ശത്രുക്കൾ കഴിഞ്ഞു എന്നതിനപ്പുറം ലാവ്ലിൻ കേസിന് ഒരു പ്രാധാന്യവും നിയമപരമായോ രാഷ്ട്രീയമായോ ഉണ്ടായില്ല. അത് ആവർത്തിക്കട്ടെ, നനഞ്ഞു പോയ പടക്കമാണ്, പൊട്ടാതെ പോയ പടക്കമാണ്. പക്ഷേ പിണറായി സമം ലാവ്ലിൻ സമം പിണറായി എന്ന് പറഞ്ഞ് എല്ലാ കാലവും സമീകരിച്ചുകൊണ്ട് പിണറായിയെ ഒരു കളങ്കിത വ്യക്തിയായി നിലനിർത്താൻ ലാവ്ലിൻ്റെ പേരിൽ അദ്ദേഹത്തെ വേട്ടയാടിയവർ ശ്രമിച്ചിട്ടുണ്ട്. അതിനൊരു വിഭാഗം മാധ്യമങ്ങൾ പിന്തുണ കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. കുറേ ആളുകളുടെ മനസ്സിൽ അത് കയറി പോവുകയും ചെയ്തിട്ടുണ്ട്.
കാര്യങ്ങൾ മനസ്സിലായവർ അത് മനസ്സിൽ നിന്ന് ഇറക്കി വിട്ടിട്ടുമുണ്ട്. ലാവ്ലിൻ കേസ് ഇപ്പോൾ ഒന്നുമല്ല. പിണറായി വിജയൻ അതിലിപ്പോൾ പ്രതിയുമല്ല. ആ കേസ് തന്നെ എന്താണ് ഏതാണെന്ന് ആർക്കും അറിയാത്ത അവസ്ഥയുമാണ്. ഇല്ലാത്തൊരു കേസിൽ, ഇപ്പോഴില്ലാത്തൊരു കേസിൽ 2023 വിവേകിന് നോട്ടീസ് അയച്ചെന്തിനാണ്? അത് കോഴിക്കോട് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു മാധ്യമ പ്രവർത്തകൻ ഇടിക്ക് കൊടുത്ത മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് എന്നാണ് വിവരം. അതായത് ലാവ്ലിൻ്റെ ചെലവാക്കൽ ഓഹരി, ലാവ്ലിൻ മൂലം കിട്ടിയ അഴിമതി പണത്തിൻ്റെ ചെലവാക്കൽ ഓഹരി, അത് ലാവ്ലിൻ അഴിമതി നടന്നു, അത് പിണറായി കാശ് വാങ്ങിയെന്നാണ് ഇവർ പറയുന്നത്. പിണറായിക്ക് ഇതിൽ യാതൊരു സാമ്പത്തികമോ അല്ലാത്ത നേട്ടം ഉണ്ടാകില്ലെന്ന് CBI കണ്ടെത്തി. ഇടതുപക്ഷത്തിൻ്റെ CBI അല്ല, BJPയുടെ CBI എന്ന് പറഞ്ഞാൽ BJP ഭരിക്കുന്ന കേന്ദ്രത്തിൻ്റെ CBI. അത് വേറെ കഥ, ഇതിൻ്റെ തുടർക്കഥയാണത്, അനുബന്ധ കഥ. എന്തായാലും ആ അഴിമതി പണം എന്ന് ഇവർ വ്യാഖ്യാനിക്കുന്നതിൻ്റെ ഷെയർ പിണറായിയുടെ മകനായ വിവേകിനും കിട്ടി. വിവേകിൻ്റെ പഠനമടക്കമുള്ള കാര്യങ്ങൾക്ക് അത് വിനിയോഗിച്ചു എന്ന നട്ടാൽ മുളയ്ക്കാത്തതും അതേസമയം മനുഷ്യത്വരഹിതവും ബീജവുമായ ഒരു മൊഴി, അതിന് തുടർച്ചയായ ക്യാമ്പയിൻ, അതിൻ്റെ ഭാഗമായ നോട്ടീസ് ആണ് ഉണ്ടായത്. ആ നോട്ടീസിന് നിയമപരമായോ അല്ലെങ്കിൽ നിയമത്തിൻ്റെ ഏതെങ്കിലും നൂലാമാലകളിലോ എന്ത് പ്രസക്തിയാണുള്ളത് എന്ന് അതിൽ പിടിച്ച് കയറി പിണറായിയെ ആക്രമിക്കാൻ ശ്രമിക്കുന്നവർ ഒന്ന് പറയേണ്ടതുണ്ട്. കാരണം ഇപ്പോൾ ഉദാഹരണത്തിന് വാദത്തിന് പിണറായി പ്രതിയാണ്, കുറ്റവാളിയാണ് എന്ന് തന്നെ വെക്കുക. പിണറായിയുടെ മകൻ പഠിച്ചത് അതിൻ്റെ ചെലവിലാണ് എന്ന് പറയുന്നതിന് എന്ത് യുക്തിയാണുള്ളത്? പിണറായി പ്രതിയല്ല, അഴിമതി നടന്നിട്ടില്ല എന്ന് വ്യക്തമായ കേസിൽ പിണറായിയുടെ മകൻ അതിൻ്റെ അഴിമതി പണത്തിൻ്റെ ഓഹരി പറ്റി എന്ന് പറയുകയും അത് വിശ്വസിക്കുകയും അതിൻ്റെ നോട്ടീസിൻ്റെ പേരിൽ നാട്ടിൽ കോലാഹലമുണ്ടാക്കി രാഷ്ട്രീയമായി പിണറായിയെയും ഇടതുപക്ഷത്തെയും ഇടതുപക്ഷ സർക്കാരിനെയും ആക്രമിക്കാൻ ശ്രമിക്കുന്നതിൻ്റെ ഒരു സാമാന്യ ലോജിക്കിനപ്പുറം സാമാന്യ മര്യാദ എന്നുണ്ടല്ലോ. എന്താണ് സാമാന്യ മര്യാദ? അത് ചാണ്ടി ഉമ്മൻ ഒരിക്കലും പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളുടെ അപ്പയ്ക്ക് വയ്യാതെ വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ചികിത്സാ കാര്യങ്ങളിൽ ഏറ്റവും സജീവമായി രാഷ്ട്രീയം മറന്ന് മനുഷ്യത്വത്തോട് ഇടപെട്ടത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. ഞങ്ങളന്ന് മനുഷ്യനെ കണ്ടു, ഞങ്ങളന്ന് വലിയ മനുഷ്യത്വം മനസ്സിലാക്കി എന്നാണ് പറയുന്നത്. അതാണ് മനുഷ്യത്വം എന്ന് പറയുന്നത്. അത് രാഷ്ട്രീയമൊന്നുമില്ല. മനുഷ്യനും തമ്മിൽ രക്തത്തെ തിരിച്ചറിയാന്ന് പറയുന്നത് രക്തബന്ധുക്കൾ തമ്മിലല്ല, മനുഷ്യർ തമ്മിലാണ്. അങ്ങനെ തിരിച്ചറിയും. രക്തമില്ലാത്ത മനുഷ്യർ രക്തദാഹികളായി ആരെയും വേട്ടയാടി ഓടി നടക്കുന്നതിൻ്റെ ഉദാഹരണമാണ് ഈ ലാവ്ലിൻ്റെ പേരിൽ 2023 അയച്ച നോട്ടീസും അത് 2025 പ്രചരണായുധമാക്കാനുള്ള കുറേ ആളുകളുടെ ശ്രമവും. 2025 പ്രത്യേകത എന്താണ്? ഈ സെപ്റ്റംബറിൻ്റെ പ്രത്യേകത എന്താണ്? അടുത്ത മാസം ആദ്യം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൻ്റെ വിജ്ഞാപനം വരാണ്ടിരിക്കുന്നു. അത് കഴിഞ്ഞാൽ മാസങ്ങൾക്കുള്ളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാണ്ടിരിക്കുന്നു. മൂന്നാമതും LDF സർക്കാർ വരും എന്ന പ്രതീതി അന്തരീക്ഷത്തിൽ സജീവമായി നിലനിൽക്കുന്നു. UDF ഒരു തകർന്ന കപ്പലായി സ്വയം ബോധ്യപ്പെട്ടിരിക്കുന്നു. മാധ്യമങ്ങൾക്ക്, അവരെ പിന്തുണയ്ക്കുന്ന മാധ്യമങ്ങൾക്ക് പോലും ഒരു വിധത്തിൽ UDF എന്ന കപ്പലിലെ ഓട്ടയടക്കാൻ കഴിയുന്നില്ല. അങ്ങനെ എല്ലാമായിരിക്കുമ്പോൾ അവർക്ക് കഴിഞ്ഞ 9 വർഷം 10 വർഷം തികയാൻ പോകുന്ന LDF സർക്കാരിൻ്റെ അടിയിൽ ഓട്ടയിടണം. ആ ഓട്ടയ്ക്ക് വേണ്ടിയുള്ള വൃഥാ ശ്രമങ്ങളുടെ പല ഭാഗങ്ങളിൽ, പല എപ്പിസോഡുകളിൽ ഒന്നാണ് ഈ കേസിൻ്റെ പഴയ നോട്ടീസും അതിൻ്റെ പേരിലുള്ള കോലാഹലവും. കഷ്ടമാണ് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഇതിനേക്കാൾ കഷ്ടമായ കാര്യങ്ങൾ ഇനിയും വരാനിരിക്കുന്നതേ ഉള്ളൂ എന്നും നമുക്ക് ഊഹിക്കാം. LDF സർക്കാരിനെയും മുഖ്യമന്ത്രി പിണറായി വിജയനെയും കളങ്കത സംവിധാനത്തിൻ്റെ കളങ്കത വ്യക്തികളുടെ നിരയിൽ ഉറപ്പിച്ചു നിർത്തി വീണ്ടും വീണ്ടും കല്ലെറിയാൻ ഇവർക്ക് ഇനിയും ഇല്ലാത്ത ആരോപണങ്ങളുടെ വല്ലാത്ത കല്ലുകൾ കിട്ടിയേക്കാം. കേരളം അത് പ്രതീക്ഷിക്കുന്നുണ്ട്. നന്ദി, നമസ്കാരം.